Welcome to BSc Complementary Physics Semester 4, 29th lecture. 29th lecture, Complementary Physics. Today we start the new unit, Electronics. Electronics is the topic of discussion today. In the electronics part, we study diodes and transistors. In the last chapter, Unit 6, we study digital electronics. Electronics is divided into two, electronics and the digital electronics. Unit 5, we discuss now electronics. The first topic is p-n junction diode or crystal diode. This is the diagram of a crystal diode or a p-n junction diode. What is a p-n junction? A p-type semiconductor and n-type semiconductor joined together is called a p-n junction diode or a crystal diode. It is made out of crystal. Germanium or silicon, etc. materials are used to make a diode, so they are called crystal diodes. A p-type semiconductor and n-type semiconductor are grown on a single chip of silicon or germanium, and that is a p-n junction. Figure A represents the construction of a p-n junction, and figure B represents the symbol arrowhead and a bar. Arrowhead and a bar represent a crystal diode. The arrowhead is the anode and the bar is the cathode. And this is the p-n junction diode. Why is it called diode? Means it has only two electrodes, the anode and the cathode. So it is called di. Di means two, diode, two electrode device. ഇപ്പോൾ ഇലക്ട്രോണിക്സിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ് ഡയോഡ് എന്ന് പറയുന്നത്. ഡയോഡിനെ നമ്മൾ പി-n ജംഗ്ഷൻ ഡയോഡ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഡയോഡ് എന്ന് പറയും. ക്രിസ്റ്റൽ ഡയോഡ് എന്ന് പറയാൻ കാര്യം അത് ഈ സെമി കണ്ടക്ടേഴ്സായ ജെർമേനിയം, സിലിക്കൺ പോലെയുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്റ്റൽ ഡയോഡ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ളത് രണ്ട് ജംഗ്ഷൻസാണ്, പി-n ജംഗ്ഷൻ. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഈ +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള n-ടൈപ്പ് സെമി കണ്ടക്ടർ, p-ടൈപ്പ് സെമി കണ്ടക്ടർ, അതായത് സെമി കണ്ടക്ടേഴ്സിനെ രണ്ടായി തരംതിരിക്കും, ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യൂർ സാമ്പിൾ, പ്യൂർ ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂർ സാമ്പിൾ. നമ്മൾ ഡോപ്പ് ചെയ്യും, ഡോപ്പ് ചെയ്തിട്ട് n-ടൈപ്പ് ഉണ്ടാക്കാം, p-ടൈപ്പ് ഉണ്ടാക്കാം. അതൊക്കെ ഒന്ന് റീകാൾ ചെയ്യുക, ഒന്ന് ഓർക്കതല്ല. n-ടൈപ്പിൽ നമ്മൾ ആഴ്സനിക്, ആൻറ്റിമണി പോലെയുള്ള ഇമ്പ്യൂരിറ്റിയാണ് ചേർത്തിരിക്കുന്നത്. സിലിക്കണിനെ n-ടൈപ്പ് സെമി കണ്ടക്ടർ ആക്കാൻ, n-ടൈപ്പ് ആക്കാനായിട്ട് അതിനകത്ത് നമ്മൾ ആഴ്സനിക്, ആൻറ്റിമണി പോലെയുള്ള ഈ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ചേർക്കും, വളരെ കുറച്ച്. അപ്പോൾ അതിനകത്ത് ധാരാളം ഇലക്ട്രോൺസ് ഉണ്ടാകും. അതാണ് n-ടൈപ്പ് ഡോണർ ടൈപ്പ് എന്ന് പറയുന്നത്, ഡോണർ ടൈപ്പ് സെമി കണ്ടക്ടർ. p-ടൈപ്പ് ആണെങ്കിൽ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഈ ബോറോൺ, ഗാലിയം പോലെയുള്ള ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസാണ്, ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റംസ്. അപ്പോൾ കിട്ടുന്നതാണ് p-ടൈപ്പ് സെമി കണ്ടക്ടർ. അക്സെപ്റ്റർ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. അതിനകത്ത് ധാരാളം ഉള്ളത് ഹോൾസാണ്. ഹോൾ, HOLE, ഹോൾസാണ്. ഹോൾസ് എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോൺ വേക്കൻസിയാണ്. അതൊരു പാർട്ടിക്കിളല്ല, മറിച്ച് ഇലക്ട്രോൺ വേക്കൻസിയാണ്. ഇലക്ട്രോണിന് ഇരിക്കാനുള്ള സ്ഥലം, പോസിറ്റീവ് നേച്ചറുള്ള ഒരു ഇലക്ട്രോൺ വേക്കൻസിയാണ് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ അനേകം ഹോൾസ് ഉള്ള ഒരു സെമി കണ്ടക്ടറാണ് p-ടൈപ്പ് സെമി കണ്ടക്ടർ. അനേകം ഇലക്ട്രോൺസ് ഉള്ള, ഫ്രീ ഇലക്ട്രോൺസ് ഉള്ള ഒരു സെമി കണ്ടക്ടർ n-ടൈപ്പ് സെമി കണ്ടക്ടർ. ഈ രണ്ട് സെമി കണ്ടക്ടേഴ്സും ഒരേ ക്രിസ്റ്റലിൽ നമ്മൾ ഗ്രോ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് p-n ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. p-n ജംഗ്ഷൻ ഡയോഡ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഡയോഡ്. അപ്പോൾ ഒരു p-ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു n-ടൈപ്പ് സെമി കണ്ടക്ടറും കൂട്ടി യോജിപ്പിച്ച് p-n ജംഗ്ഷൻ ഉണ്ടാക്കാമെന്ന് പറയുന്നതിനേക്കാൾ ശരി ഒരു സിലിക്കൺ പീസിൽ, വേഫറിൽ നമ്മൾ ഒരു ഭാഗത്തൊരു p-ടൈപ്പും മറ്റേ ഭാഗത്ത് n-ടൈപ്പും ഗ്രോ ചെയ്യുക എന്ന് പറയുന്നതാണ് ശരിയായ രീതി. p-ടൈപ്പ് സെമി കണ്ടക്ടറും n-ടൈപ്പ് സെമി കണ്ടക്ടറും കൂട്ടി യോജിപ്പിച്ച് ഒരു p-n ജംഗ്ഷൻ നിർമ്മിക്കാം എന്ന് പറയുന്നതിനേക്കാൾ ശരിയായിട്ടുള്ളത് ഒരേ ക്രിസ്റ്റലിൽ നമ്മൾ ഒരു ഭാഗത്തായിട്ട് ഈ p-ടൈപ്പ് ഇമ്പ്യൂരിറ്റി ചേർക്കും, മറ്റേ ഭാഗത്ത് n-ടൈപ്പ് ഇമ്പ്യൂരിറ്റി ചേർക്കും. എന്നിട്ട് ആ ഒരേ ക്രിസ്റ്റലിൽ നമ്മൾ ഈ രണ്ട് ജംഗ്ഷൻ ഉണ്ടാക്കും. അതിനെ വിളിക്കുന്ന പേരാണ് p-n ജംഗ്ഷൻ. ഇതെല്ലാം ആമുഖമായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിട്ടാണ്
വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങുന്ന ഈ ഡയോഡ് തൊട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഡയോഡിൻ്റെ സിമ്പിൾ തൊട്ടാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സെമി കണ്ടക്ടേഴ്സ് എന്താണ്, പി ടൈപ്പ് എന്താണ്, എൻ ടൈപ്പ് എന്താണ്, അത് നിങ്ങൾ മെമ്മറി ഒന്ന് റിക്കാൾ ചെയ്യണം. അതിവിടെ അത്യാവശ്യമുള്ള കാര്യമല്ല, എങ്കിലും ഞാനിത് പറയുകയാണ്. 2 തരം സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. എക്സ്ട്രൻസിക് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും, അതുപോലെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. എൻ ടൈപ്പിൽ മെജോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. പി ടൈപ്പിൽ മെജോറിറ്റി ക്യാരിയേഴ്സ് ചാർജ് ക്യാരിയേഴ്സ് ഹോൾസ് ആണ്. ഇത്രയും കാര്യം ഓർത്തിരിക്കണം. ഇത് നോക്കൂ, ആ ഒന്നാമത്തെ പടത്തിൽ കാണിച്ചിരിക്കുന്നതാണ് പി ജംഗ്ഷൻ ഡയോഡിൻ്റെ നിർമ്മിതി. രണ്ടാമത്തെ പടത്തിൽ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ സിമ്പിൾ. അപ്പോൾ ഒരു പി ജംഗ്ഷൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ആരോ ഹെഡും ബാറുമാണ്. ആരോയുടെ ഒരു അറ്റവും അതുപോലെ ബാറുമാണ്. ആരോ ഹെഡ് എപ്പോഴും ആനോഡിനെ കാണിക്കും, ബാറ് കാഥോഡിനെ കാണിക്കും. ഇനി നമ്മൾ ഈ ഇത്രയൊരു ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതി നമുക്കറിയാമല്ലോ. ഈ പടം നോക്കുക, ഈ പടത്തിൽ നടുക്ക് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയും. ബാരിയർ പൊട്ടൻഷ്യൽ IPB എന്നാണ് പറയുന്നത്, ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയും. അപ്പോൾ എൻ ടൈപ്പിൽ ധാരാളം ഉള്ളത് പിന്നെ ഇലക്ട്രോൺസ് ആണല്ലോ, ഇലക്ട്രോൺ മൈനസ് ആണ് വേണ്ടത്. പി ടൈപ്പിൽ ധാരാളം ഉള്ളത് പിന്നെ ഹോൾസ് ആണ്, അത് പ്ലസ് ആണ് വേണ്ടത്. പക്ഷെ അതല്ലല്ലോ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താ മാർക്ക് ചെയ്തെന്ന് നോക്കൂ. ഇതൊരു പി ജംഗ്ഷൻ ഫോം ചെയ്താൽ സംഭവിക്കുന്ന ഒരു പടമാണ് വരച്ചിരിക്കുന്നത്. ഈ പി ജംഗ്ഷനകത്ത് എന്നകത്ത് അനേക ഇലക്ട്രോൺസ് കൊണ്ട് നെഗറ്റീവാണ്, പിക്കകത്ത് അനേക ഹോൾസ് കൊണ്ട് പോസിറ്റീവാണ്. ഈ പടം ശരിക്കും ശ്രദ്ധിക്കണം. അത് കാര്യമായിട്ട് നമ്മൾ എഴുതുന്നില്ല, എങ്കിലും ഒന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതൊരു പി ജംഗ്ഷൻ്റെ ജസ്റ്റ് ജംഗ്ഷൻ്റെ ആ ഭാഗത്തോടൊരു കാര്യമാണ് പറയുന്നത്. ഒരു ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ വലതുവശം അവിടെ ഉള്ളതെല്ലാം ഇലക്ട്രോൺസ് ആണ്, അപ്പോൾ അത് മൈനസ് ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ പ്ലസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, കാരണം നോക്കിക്കൊള്ളുക. അതുപോലെ പി ടൈപ്പിനകത്ത് ധാരാളമുള്ളത് ഹോൾസ് ആണ്, പോസിറ്റീവ് ആണ്, പക്ഷേ മൈനസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതെന്താണ് കാരണം എന്നറിയാമോ? ഇതാ ജംഗ്ഷന് നടുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പി എൻ ഡയോഡിൻ്റെ നടുക്ക് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ ഒരു പി എൻ ജംഗ്ഷൻ ഇതുപോലെ ഫോം ചെയ്യുമ്പോൾ എന്നകത്ത് ധാരാളം ഇലക്ട്രോൺസ് ഉണ്ട്, നെഗറ്റീവ്. പിക്കകത്ത് ധാരാളം ഹോൾസ് ഉണ്ട്, പോസിറ്റീവ്. അപ്പോൾ ഈ പിക്കകത്തുള്ള പോസിറ്റീവിനെ കാണുന്ന ഇലക്ട്രോൺസ് എൻ ടൈപ്പിൽ നിന്ന് പെനട്രേറ്റ് ചെയ്യും. അങ്ങനെ പെനട്രേറ്റ് ചെയ്ത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് അയോൺസ് ഉണ്ടാകും. അതുപോലെ പിയുള്ള പോസിറ്റീവ് ചാർജ് അപ്പുറത്തുള്ള ഇലക്ട്രോൺസ് കാണുമ്പോൾ അങ്ങോട്ട് പെനട്രേറ്റ് ചെയ്യും. അങ്ങോട്ട് പെനട്രേറ്റ് ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ അത് പോസിറ്റീവ് അയോൺസ് ഫോം ചെയ്യും. അങ്ങനെ പിയിൽ അനേകം നെഗറ്റീവ് അയോൺസും എന്നിൽ അനേകം പോസിറ്റീവ് അയോൺസും ഫോം ചെയ്യും. അതാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ആവശ്യത്തിന് ഈ അയോൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ജംഗ്ഷനിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ പെനട്രേഷൻ ഓഫ് ചാർജസ് അത് അനുവദിക്കത്തില്ല. ഒരു പി എൻ ജംഗ്ഷനിൽ സഫിഷ്യൻ്റ് ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഡിഫ്യൂസ് ചെയ്ത് പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഫർദർ ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ ഹോൾസിൻ്റെ പെനട്രേഷൻ അനുവദിക്കുന്നതല്ല. അവിടെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ക്രിയേറ്റ് ചെയ്യും. ആ പൊട്ടൻഷ്യൽ ബാരിയർ തടസ്സം, അതിനെ വിളിക്കുന്ന പേരാണ് IPB, ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ ബാരിയർ. ജർമേനിയം ഡയോഡിനാണെങ്കിൽ അത് 0.3 വോൾട്ടാണ്. സിലിക്കൺ ഡയോഡിനാണെങ്കിൽ ഈ ബാരിയർ പൊട്ടൻഷ്യൽ 0.7 വോൾട്ടാണ്. അപ്പോൾ അതാണ് പി എൻ ജംഗ്ഷൻ്റെ ഒരു ആക്ഷൻ. അതിൻ്റെ പടമാണ് വരച്ചിരിക്കുന്നത്. ഈ പടം അത്ര കമ്പൽസറി ഒന്നുമില്ല, മനസ്സിലാക്കാൻ വേണ്ടി ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം, എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പി ജംഗ്ഷൻ ഡയോഡ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. When a p-type semiconductor is brought into contact with a n-type semiconductor, the contact surface formed is called a p-n junction. കാര്യം മനസ്സിലായല്ലോ? പി ടൈപ്പും എൻ ടൈപ്പും കൂട്ടി യോജിപ്പിച്ചാൽ അതിനെ പി എൻ ജംഗ്ഷൻ എന്ന് പറയും. ഇനി പ്രാക്ടീസ് എ പി എൻ ജംഗ്ഷൻ ഇസ് മെയ്ഡ് യൂസിങ് എ സിംഗിൾ ക്രിസ്റ്റൽ ബൈ ചേഞ്ചിങ് the dopant impurities from donors to acceptors during the growth of the crystal. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ 2 ജംഗ്ഷൻ കൂട്ടി യോജിപ്പിച്ചു എന്ന് പറഞ്ഞതിനേക്കാൾ ഒരു സിലിക്കൺ പീസിൽ നമ്മൾ ഈ 2 ജംഗ്ഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി ചേർത്ത് ഗ്രോ ചെയ്യുക എന്നുള്ളതാണ് രീതി. N side has more electrons and P side has more holes. When the junction is formed, they diffuse in all directions. A few diffuse across the junction each time
An electron crosses the junction, positive ion is created in the N type, a negative ion in the P type. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത അയോൺസിനാണ് നമ്മൾ നേരത്തെ കണ്ട ബ്ലൂ റെഡ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. When sufficient ion pairs are created like this, there is a net positive charge on the N side and negative charge on the P side. അപ്പോൾ ഇങ്ങനെ ആവശ്യത്തിന് ചാർജുകൾ പെനട്രേറ്റ് ചെയ്താൽ എൻ സൈഡിൽ നെറ്റ് പോസിറ്റീവ് ചാർജും പി സൈഡിൽ നെറ്റ് നെഗറ്റീവ് ചാർജും വരും. അതിൻ്റെ പടമാണ് നമ്മൾ കണ്ടത്, ആ ബ്ലൂ റെഡ് പടം. ദീസ് ചാർജസ് ആക്ട് ആസ് എ ബാരിയർ ഫോർ ഫർദർ ഡിഫ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ബാരിയർ. അപ്പോൾ ഇങ്ങനെ ചാർജസ് അയോൺസ് ക്രിയേറ്റ് ചെയ്താൽ പിന്നീട് പെനട്രേഷൻ അനുവദിക്കത്തില്ല. അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും, തടസ്സ പൊട്ടൻഷ്യൽ ഉണ്ടാകും. അതിനാണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് 0.7 വോൾട്ട് ടു 0.3 വോൾട്ട്. അതിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. സിലിക്കൺ ഡയോഡിലാണ് ബാരിയർ പൊട്ടൻഷ്യൽ 0.7 വോൾട്ട്. ജെർമേനിയം ഡയോഡിലാണെങ്കിൽ അത് 0.3 വോൾട്ടാണ്. എ തിൻ ലെയർ ഓൺ ഈച്ച് സൈഡ് ഓഫ് ജംഗ്ഷൻ ഹാസ് നോ ഫ്രീ ഇലക്ട്രോൺ ഓർ ഹോൾസ്. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്ത ജംഗ്ഷൻ്റെ നടുക്ക് ഹോളും കാണാത്ത, ഹോളും ഇലക്ട്രോൺസ് ഇല്ലാത്തൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, IPB ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നടുക്ക് ഈ ഹോൾസോ ഇലക്ട്രോൺസോ ഇല്ലാത്തൊരു സ്ഥലമുണ്ടാകും. ദിസ് ലെയർ ഈസ് ഡിപ്ലീറ്റഡ് ഓഫ് ഫ്രീ ചാർജസ് ആൻഡ് ഈസ് കോൾഡ് ഡിപ്ലീഷൻ ലെയർ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ചാർജും ഇല്ല, ഡിപ്ലീറ്റഡ് ഓഫ് ചാർജസ്. ഡിപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം ചാർജസ്. അങ്ങനെ ഫ്രീ ഫ്രം ചാർജസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ വിളിക്കുന്ന പേര് ഡിപ്ലീഷൻ ലെയർ, റീജിയൻ എന്ന് പറയും. ഇപ്പോൾ പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണത്. വാട്ട് ഈസ് ഡിപ്ലീഷൻ ലെയർ? നമ്മൾ ആ പടം വരയ്ക്കണം. ആ മുകളിൽ കാണുന്ന ബ്ലൂ റെഡ് പടം വരച്ചിട്ട് നടുക്ക് കാണിച്ചാൽ മതി, DL എന്ന് കാണിച്ചാൽ മതി, DL. എന്നിട്ട് ഈ സെൻറ്റൻസ് പറഞ്ഞാൽ മതി. ദിസ് തിൻ ലെയർ is depleted from free charges and is called depletion layer. Its width is about 5 micrometer. വളരെ ചെറിയ thickness ആണ്, 5 micrometer. For further flow of electrons through the junction, external PD must be applied. ഇനി കൂടുതലായി ഇലക്ട്രോൺസിനെ കടത്തി വിടണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യണം. കാര്യങ്ങളെല്ലാം പിടികിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നുകൂടി ആ പടം നോക്കി ഈ നോട്ട് ഒന്ന് വായിച്ചു നോക്കിയ കാര്യം വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ ഡയോഡിൽ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ടേമുകളാണ് ഫോർവേഡ് ബയസിങ് ആൻഡ് റിവേഴ്സ് ബയസിങ്. ഫോർവേഡ് ബയസിങ് ആൻഡ് റിവേഴ്സ് ബയസിങ് എന്ന രണ്ട് വാക്കുകൾ, രണ്ട് ടേമുകൾ പഠിക്കാറുണ്ട്. ഇപ്പോൾ ഫോർവേഡ് ബയസിൻ്റെ പടമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു പി എൻ ജംഗ്ഷൻ, അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് പിയിലേക്ക്, നെഗറ്റീവ് എന്നിലേക്ക്. അതൊരു ബോക്സിനകത്ത് വെച്ചിരിക്കുന്നത്. ബോക്സിൻ്റെ ആവശ്യമില്ല. ആ താഴെ കാണുന്ന പി എൻ ജംഗ്ഷനും ബാറ്ററിയും മാത്രം മതി. പിന്നെ അത് സെപ്പറേറ്റ് നമ്മൾ ബോക്സിൽ ഇട്ടിരിക്കും മാത്രം. ആ ബോക്സ് വരക്കണം നിർബന്ധമില്ല കേട്ടോ. ഫിഗർ എ. അപ്പോൾ ഈ ഫോർവേഡ് ബയസിങ് എന്ന് പറയുന്നത് എത്രയുള്ളൂ? ഈ ഡയോഡിന് ആകെ ഒരു ജോലി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ജോലി മാത്രമേ ഉള്ളൂ. ഫോർവേഡ് ബൈസ് ചെയ്താൽ അത് കണ്ടക്ട് ചെയ്യും, കണ്ടക്റ്റായിട്ട് മാറും. റിവേഴ്സ് ബൈസ് ചെയ്താൽ അത് കണ്ടക്ട് ചെയ്യത്തില്ല. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ആക്ഷൻ. ആകെ 2 ഒരു ഗേറ്റ് ആക്ഷൻ പോലെയാണ്. ഗേറ്റ് അടച്ചിടാം തുറന്നിടാം എന്ന് പറയുന്നത് പോലെ. നമ്മൾ ബാറ്ററി തിരുപ്പല കൊടുത്താൽ, പിയിലേക്ക് പോസിറ്റീവ് കൊടുത്താൽ, ഗേറ്റിലേക്ക് നെഗറ്റീവ് കൊടുത്താൽ അത് കണ്ടക്ട് ചെയ്യും. നേരത്തെ ബാറ്ററി മറിച്ചു കൊടുക്കുക, അതാണ് റിവേഴ്സ് ബൈസിങ്. നമ്മൾ അടുത്തതിൽ പറയാൻ പോകുന്നത്. ബാറ്ററി മറിച്ചു കൊടുത്താൽ അത് കണ്ടക്ട് ചെയ്യില്ല. ഇനി 2 ആക്ഷൻ മാത്രമേ ഡയോഡിനുള്ളൂ. കണക്റ്റിംഗ് എ സെൽ ടു പി എൻ ജംഗ്ഷൻ ഈസ് കോൾഡ് ബയസിങ്. ഈ ബയസിങ് എന്ന വാക്ക് പറഞ്ഞാൽ ബയസിൻ്റെ പൊട്ടൻഷ്യൽ എന്നാണ്. ഇപ്പം നമ്മൾ ഒരു ഡയോഡിനോ ട്രാൻസിസ്റ്ററിനോ ഒക്കെ ഒരു ബാറ്ററി കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ്, സെല്ല് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബയസിങ് എന്ന് പറയും. ബയസിങ് മീൻസ് എ സെൽ ഈസ് കണക്റ്റഡ്, അത്രയേ ഉള്ളൂ. കണക്റ്റിംഗ് എ സെൽ ടു എ പി എൻ ജംഗ്ഷൻ ഈസ് കോൾഡ് ബയസിങ്. ഇഫ് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി സെൽ ഈസ് കണക്റ്റഡ് ടു എൻ പി ടൈപ്പ് and negative to n type, it is called forward biasing as shown in figure A. ഫിഗർ എ ആണ് വരച്ചിരിക്കുന്നത്. ആ സെൽ പോസിറ്റീവ് പി ടൈപ്പ് സെമി കണ്ടക്ടറിലേക്കും
നെഗറ്റീവ് എന്നിലേക്ക് കണക്ട് ചെയ്യുക. അതാണ് ഫോർവേഡ് ബയസിങ്. ഇത് ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്ലൈ പി ഡി റെഡ്യൂസസ് ദി പൊട്ടൻഷ്യൽ ബാരിയർ. നമ്മുടെ പൊട്ടൻഷ്യൽ ബാരിയർ കുറച്ച് കളയും. ഈ പൊട്ടൻഷ്യൽ, ഈ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ. വിഡ്ത്ത് ഓഫ് ദി ഡിപ്രഷൻ എയർ ഈസ് ഡിക്രീസ്ഡ്. ആ ഡിപ്രഷൻ എയർ 5 മൈക്രോമീറ്റർ എന്നുള്ളത് കുറയും. ദ ജംഗ്ഷൻ ഓഫേഴ്സ് വെരി ലോ റെസിസ്റ്റൻസ് കോൾഡ് ഫോർവേഡ് റെസിസ്റ്റൻസ്. ജംഗ്ഷൻ്റെ റെസിസ്റ്റൻസ് കുറയും, അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. കറണ്ട് ഫ്ലോസ് ത്രൂ ദി ജംഗ്ഷൻ ഇൻ ദി എക്സ്റ്റേണൽ സർക്യൂട്ട്. കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒഴുകും. ഇപ്പോൾ ഒരു ബാറ്ററി കൊടുത്താൽ ആ ഡിപ്രഷൻ നേർക്കുകയും ഈ ഡയോഡ് ഒരു കണ്ടക്ടറായിട്ട് മാറുകയും ചെയ്യും. ഇതൊരു കറണ്ട് കണ്ടക്ട് ചെയ്യും. ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് കറണ്ട്, IF എന്ന് പറയും. ഒരു കറണ്ട് അതിനകത്ത് പാസ് ചെയ്യും. ഇങ്ങനെ കൊടുത്താൽ അവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ആണ്. കാരണം ഇത് സെമി കണ്ടക്ടർ ആണല്ലോ. നമ്മൾ ഫോർവേഡ് ബേസ് ചെയ്താലും റിവേഴ്സ് ബേസ് ചെയ്താലും റെസിസ്റ്റൻസ് ഉണ്ട്. ഫോർവേഡ് ബേസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്. അതിനെ ഡയോഡിൻ്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് RF എന്ന് വിളിക്കും. ഇനി നമ്മൾ കാണുന്നതാണ് റിവേഴ്സ് ബയസിങ്. ഇപ്പോൾ റിവേഴ്സ് ബയസിങ്ങിന് പ്രത്യേകിച്ച് ഒന്നും ഓർക്കാനില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ. ആ ബാറ്ററി പൊളാരിറ്റി മറിച്ച് കൊടുക്കത്തേ ഉള്ളൂ. പിയിലേക്ക് ബാറ്ററി നെഗറ്റീവ് പോകും. നോക്കി കണക്ഷൻ നോക്കി. പിയിലേക്ക് ബാറ്ററി നെഗറ്റീവ് കണക്ട് ചെയ്യും, വെല്ലിലേക്ക് പോസിറ്റീവ് കണക്ട് ചെയ്യും. മുമ്പ് കൊടുത്തിരുന്ന ബാറ്ററി മാത്രം തിരിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതാകുമ്പോൾ സംഭവിക്കും. The positive terminal of the cell is connected to the N type and negative terminal to P type. അതാണ് റിവേഴ്സ് ബയസിങ്. This is called reverse biasing, as shown in figure B. Due to reverse biasing, the potential barrier is increased. The width of the diffusion layer is increased. The junction offers high resistance called reverse resistance. അപ്പോൾ ഇങ്ങനെ നമ്മൾ റിവേഴ്സ് ബയസ് ചെയ്താൽ ഡിപ്യൂഷൻ റീജിയനും വലുതാകും, ഡിപ്ലീഷൻ റീജിയനും വലുതാകും. പിന്നെ പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസ് ചെയ്യും. ആ ജംഗ്ഷന് ഹൈ റെസിസ്റ്റൻസ് വരും. ഹൈ റെസിസ്റ്റൻസ് അതിനെയാണ് നമ്മൾ റിവേഴ്സ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. നോ കറണ്ട് ഫ്ലോസ് ഇൻ ദി സർക്യൂട്ട്. ഇത്തരം കേസിൽ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. ബാറ്ററി ഉണ്ടെങ്കിലും ആ PN ജംഗ്ഷൻ ഒരു നോൺ കണ്ടക്ടർ പോലെ പ്രവർത്തിക്കുകയും കറണ്ട് ഒഴുകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു പോയിന്റ് മാത്രം ഓർക്കുക. ഫോർവേഡ് ബേസ് ചെയ്താൽ കറണ്ട് ഇത് കണ്ടക്ട് ചെയ്യും. റിവേഴ്സ് ബേസ് ചെയ്താൽ ഇത് കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. ഫോർവേഡ് ബേസ് ചെയ്താൽ ഇതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് മാറും. ക്ലോസ്ഡ് സ്വിച്ച്. റിവേഴ്സ് ബേസ് ചെയ്താൽ ഇതൊരു ഓപ്പൺ സ്വിച്ച്, അതായത് നമ്മൾ ബ്രേക്ക് ചെയ്ത സ്വിച്ച് ആയിട്ട് മാറും. ഇനി ഇതിനകത്ത് ചോദിക്കാവുന്നതിൻ്റെ ഫസ്റ്റ് എസ്സേ ആണ് വോൾട്ടാമ്പിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി ജംഗ്ഷൻ ഡയോഡ്. വോൾട്ടാമ്പിയർ ക്യാരക്ടറിസ്റ്റിക്സ്, വോൾട്ട് VA ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ VI എന്ന് പറയട്ടോ. VI കറണ്ടിന് സിമ്പൽ I ആണ്. അപ്പോൾ VI ക്യാരക്ടറിസ്റ്റിക്സ്, വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി ജംഗ്ഷൻ ഡയോഡ്. ക്യാരക്ടറിസ്റ്റിക്സ് ഒരു കർവാണ് കേട്ടോ. ഈ ഓരോ വോൾട്ടേജും കൊടുത്താൽ എത്രമാത്രം കറണ്ട് ഉണ്ടാകും എന്നുള്ളത് ഗ്രാഫിക്കലായിട്ട് കാണിച്ചാൽ ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു PN ജംഗ്ഷൻ ഡയോഡിൽ നമ്മൾ ഓരോരോ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അത് ഫോർവേഡ് ബൈസും ആകാം, റിവേഴ്സ് ബൈസും ആകാം. അപ്പോൾ രണ്ടുതരം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ്, രണ്ടാമത്തെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അങ്ങനെ വോൾട്ടേജ് കറണ്ട് വേരിയേഷൻ ഡയോഡിൻ്റെ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് വോൾട്ടാമ്പിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ VI ക്യാരക്ടറിസ്റ്റിക്സ്, VA ക്യാരക്ടറിസ്റ്റിക്സ്, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ അതിനൊരു സർക്യൂട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന കൂടിയാണ്. പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഈ മിക്കവാറും ഫോർവേഡ് വരയ്ക്കാൻ ശരിക്കും പറ്റുള്ളൂ. മറ്റേ വരയ്ക്കണമെങ്കിൽ മൈക്രോമീറ്റർ ഒക്കെ വരണം, മൈക്രോമീറ്റർ വേണം. ഇപ്പോൾ ലാബിൽ മൈക്രോമീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. The circuit diagram used to draw the VI characteristics. VI എന്ന് പറഞ്ഞ കേട്ടോ. VI characteristics of a PN junction is shown in the figure. പടത്തിൽ നമ്മൾ കാണാൻ പോവുകയാണ്. D is the PN junction diode, V voltmeter. ഇതാണ് ഇതിൻ്റെ പടം. V വോൾട്ട്മീറ്റർ, MA മില്ലിയാമീറ്റർ. കണ്ടോ ഈ പടത്തിൽ നോക്കി സർക്യൂട്ട് നോക്കി. സർക്യൂട്ടിൽ D ഡയോഡ്, പിന്നെ മുകളിൽ വോൾട്ട്മീറ്റർ അതിൽ എക്രോസ് ആയിട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. MA മില്ലിയാമീറ്റർ. RG റിയോസ്റ്റാറ്റ്. RG ലെഫ്റ്റ് കാണുന്ന റിയോസ്റ്റാറ്റ്. R എ റെസിസ്റ്റൻസ്, കറണ്ട് ലിമിറ്റ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ആണ്. ടു ലിമിറ്റ് ദി കറണ്ട്. ഡയോഡ് വളരെ കുറച്ച് കറണ്ട് മാത്രം അഡ്മിറ്റ് ചെയ്യുന്ന ഡിവൈസാണ്. അതുകൊണ്ട് നമ്മൾ
ഒരു റെസിസ്റ്റർ കൊടുക്കണം. ഇതാണ് ലാബിൽ നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഡയഗ്രം. ഇത് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാനുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഗ്രാഫ് നിങ്ങൾ അല്പം വലുതാക്കി ഒന്ന് വരയ്ക്കണം. വലുതാക്കി കാണിക്കണം കേട്ടോ. ഇത്ര ചെറുതാക്കി കാണിച്ചാൽ പോരെ, കാരണം ഇത് എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഈ ഗ്രാഫിനാ പ്രാധാന്യം. ഈ ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ്. ഈ ഗ്രാഫിൽ കുറച്ചുകൂടി വ്യക്തമായൊരു പഠനം ഞാൻ താഴെ കാണിക്കാം. ഇത് തൽക്കാലം ഈ ഗ്രാഫ് നോക്കുക, എന്നിട്ട് അവസാനം പറയുന്ന ഗ്രാഫ് കൂടി നോക്കി കമ്പയർ ചെയ്താൽ മതി. രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ ഇത് ഈ എക്സ് ആക്സിൽ നമ്മൾ വി എഫ് ഫോർവേഡ് വോൾട്ടേജാണ് റൈറ്റിലേക്ക്. വൈ ആക്സിൽ മേപ്പോട്ട് മില്ലി ആംബിയർ അമ്മീറ്റർ റീഡിംഗ് ആണ്, അമ്മീറ്റർ റീഡിങ്. അപ്പോൾ ഒരു കർവ് വലതുവശത്ത് കാണുന്നുണ്ട്. ഈ ആദ്യം അത് എക്സ് ആക്സിനോട് ചേർന്നിട്ട് വന്നിട്ട് മേപ്പോട്ട് പോകുന്നത്. അതിനാണ് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു പ്രത്യേക വോൾട്ടേജ് ഉണ്ട്. കാരണം പെട്ടെന്ന് കൂടുന്നൊരു പ്രത്യേക വോൾട്ടേജ് ഉണ്ട്, ക്രമേണ കൂടി പെട്ടെന്ന് കൂടുന്ന വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജ് വി കെ എന്ന് പറയുന്നുണ്ട്. വി കെ വിളിക്കുന്ന നീ വോൾട്ടേജ്, KN AA നീ വോൾട്ടേജ് എന്ന് പറയും. അതൊരു 0.7 വോൾട്ടാണ്. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ ആ ഫസ്റ്റ് ക്വാർട്ടറിൽ കാണുന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ ഈ കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേര് നീ വോൾട്ടേജ്. അതുപോലെ ഇപ്പുറത്ത് ഒരു കർവ് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും ഒരു പ്രത്യേക പോയിന്റിൽ. ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേര് സെൻട്രൽ വോൾട്ടേജ് VZ. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ VR എടുക്കുന്നത്. VR വോൾട്ടേജ്, നെഗറ്റീവ് എക്സൈസിൽ വോൾട്ടേജ് VR റിവേഴ്സ് വോൾട്ടേജ്. താഴോട്ട് IR ആണ്. IR അത് മൈക്രോ ആംബിയർ ആണ്. മൈക്രോ ആംബിയറിലാണ് അളക്കുന്നത്, മൈക്രോ ആംബിയർ താഴോട്ട്. അപ്പോൾ ഒരേ ഗ്രാഫാണെങ്കിലും രണ്ട് സൈഡിലും വ്യത്യസ്തമായ സ്കെയിലുകളാണ്. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ എക്സ് ആക്സിൽ വോൾട്ടേജ് എടുക്കും. അത് നമുക്ക് ഒരു 0.5, 1, 1.5, 2 ഒക്കെ എടുക്കാം. വൈ ആക്സിൽ നമ്മൾ കറണ്ട് 1 മില്ലി ആംബിയർ, 2 മില്ലി ആംബിയർ, 3 മില്ലി ആംബിയർ ആ കണക്ക് എടുത്താൽ മതി. അല്ലെങ്കിൽ 10 മില്ലി ആംബിയർ ഒക്കെ എടുക്കുക. ഈ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ ലെഫ്റ്റ് സൈഡിൽ വോൾട്ടേജ് 10, 20, 30, 50 ഒക്കെ എടുക്കുന്നത്. കറണ്ടാണ് മൈക്രോ ആംബിയർ. അപ്പോൾ 1 മൈക്രോ ആംബിയർ, 2 മൈക്രോ ആംബിയർ അങ്ങനെയാണ് കറണ്ട് എടുക്കുന്നത്. അപ്പോൾ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് കറണ്ട് മില്ലി ആംബിയറിലും റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ കറണ്ട് മൈക്രോ ആംബിയറിലുമാണ്. ഇപ്പോൾ വ്യത്യസ്തമായ സ്കെയിലാണ് നമ്മൾ രണ്ട് സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. ആദ്യ പോയിന്റ് നോ വോൾട്ടേജ്. അപ്പോൾ ഇവിടെ നോക്കി സർക്യൂട്ട് നോക്കി, നമുക്ക് ഓരോ വോൾട്ടേജ് കൊടുക്കാനായിട്ട് ഒരു ബാറ്ററി റിയോസായിട്ടും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് മുകളിലാണല്ലോ. അപ്പോൾ ഇത് ഫോർവേഡ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫോർവേഡ് ബയസിൻ്റെ കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ വോൾട്ട്മീറ്റർ റീഡിങ് ഒരു 1 വോൾട്ടോ 0.5 വോൾട്ടോ വായിക്കാം. കറസ്പോണ്ടിങ് കറണ്ട് നോട്ട് ചെയ്യണം. അതുപോലെ വീണ്ടും റിയോസ്റ്റാറ്റ് മാറ്റി പിന്നെ വോൾട്ടേജ് 1 വോൾട്ട് ആക്കാം. നമുക്ക് മില്ലി ആംബിയറിൽ കറണ്ട് മാർക്ക് ചെയ്യാം. അങ്ങനെ 0.5 സ്റ്റെപ്പിൽ 0.2 സ്റ്റെപ്പിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് മില്ലി ആംബിയർ വായിച്ചിട്ട് ആ വോൾട്ടേജ് എഗൻസ്റ്റ് കറണ്ട് ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് ആ ഫസ്റ്റ് ഗ്രാഫ് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുന്നത്. അതേപോലെ ഈ രണ്ടാമത്തെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ബാറ്ററി പൊളാരിറ്റി മാത്രം മറിക്കണം. അതായത് ബാറ്ററിയുടെ നെഗറ്റീവ് മുകളിൽ കാണിച്ചിട്ട് ഇതുപോലെ ചിത്രീകരിക്കണം. പിന്നെ MA മാറ്റി മ്യൂ ആക്കണം. മില്ലി ആംബിയറിന് വരെ മൈക്രോ ആംബിയർ ആക്കണം. എന്നിട്ട് ഓരോരോ വോൾട്ടേജിനും റിവേഴ്സ് വോൾട്ടേജിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോ ആംബിയർ റീഡിങ് നോക്കിയിട്ടാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുക. അപ്പോൾ ആദ്യ പോയിന്റ് വെൻ നോ വോൾട്ടേജ് സപ്ലൈഡ് നോ കറണ്ട് ഫ്ലോസ്. അതറിയാലോ, വോൾട്ടേജ് ഇല്ലെങ്കിൽ കറണ്ട് ഇല്ല. അതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. ഇനി നമുക്ക് ഫോർവേഡ് ബയസിൻ്റെ കർവ് പറയാം. അതായത് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്. വിക്ടർ ഹെഡിങ് ഫോർവേഡ് CHS എന്ന് പറയുന്നതായിരിക്കും വിക്ടർ ഹെഡിങ്. ഫോർവേഡ് ബയസ് അല്ലെങ്കിൽ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് എഴുതാം. ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ CHS ചെയ്യാൻ മതി. മുഴുവൻ സ്പെല്ലിംഗ് എഴുതി സമയങ്ങളുണ്ട്. ഫോർവേഡ് CHS ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ്. When the cell is collected as a figure, the p junction is said to be forward biased. നേരത്തെ പറഞ്ഞതാണ്. Hence, the positive terminal of the cell is connected to P type and negative terminal of the cell is connected to N type.
The potential barrier is reduced. Junction of phase low resistance called forward resistance. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. By adjusting the rheostat RH, the voltage is gradually increased, noting each time the milliampere reading. A graph is drawn by taking voltage along x-axis and current along y-axis as shown in the figure B. ആ ഗ്രാഫാണ്. ആ ഗ്രാഫ് നന്നായിട്ട് വരച്ചു കൊള്ളണം. When the forward voltage is small, the current flowing is zero because the applied voltage is used to overcome the potential barrier. വളരെ ചെറിയ വോൾട്ടേജിൽ കറണ്ട് ഇല്ല, കാരണം അവരുടെ പൊട്ടൻഷ്യൽ ബാരിയർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചെറിയ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും. കറണ്ട് സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് വെൻ ദി അപ്ലൈഡ് വോൾട്ടേജ് എക്സീഡ്സ് ദി പൊട്ടൻഷ്യൽ ബാരിയർ വിച്ച് ഈസ് 0.3 വോൾട്ട് ഫോർ ജെർമേനിയം ആൻഡ് 0.7 വോൾട്ട് ഫോർ സിലിക്കൺ. ഇപ്പോൾ ഫോർവേഡ് സി എച്ച് എസിൽ ജെർമേനിയം ഡയോഡ് ആണെങ്കിൽ 0.3 വോൾട്ട് കഴിച്ചിട്ട് കറണ്ട് കൂടുന്നത് കാണാൻ പറ്റുകയുള്ളൂ. സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ 0.7 വോൾട്ട് കഴിച്ചിട്ട് കറണ്ട് കൂടുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് വോൾട്ടേജിനാണ് നമ്മൾ ന്യൂ വോൾട്ടേജ് എന്ന് പറയുന്നത്. KNAA, new voltage. There is a sharp increase in current if the voltage is increased further. അപ്പോൾ ഈ വോൾട്ടേജ് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് പെട്ടെന്നാണ് കൂടുന്നത് നമ്മൾ വോൾട്ടേജ് കൂട്ടുമ്പോൾ. The voltage at which the current starts rising rapidly is called new voltage. അപ്പോൾ കറണ്ട് പെട്ടെന്ന് കൂടാൻ തുടങ്ങുന്ന 0.7 വോൾട്ട്, ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് ന്യൂ വോൾട്ടേജ്. പക്ഷേ ചോദിക്കും വാട്ട് ഇസ് ന്യൂ വോൾട്ടേജ്, അല്ലെങ്കിൽ പറയും യു ഡ്രോ ദി VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡയോഡ് ആൻഡ് മാർക്ക് ന്യൂ വോൾട്ടേജ്. VI കർവ് വരച്ചിട്ട് ന്യൂ വോൾട്ടേജ് മാർക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്പർ 2 റിവേഴ്സ് ബയസ് അല്ലെങ്കിൽ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഓരോട്ട് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, റിവേഴ്സ് CHS എന്നുകൂടി ചേർക്കാം. When the positive terminal of the cell is connected to N type and the negative terminal to P type, അതായത് പൊളാരിറ്റി മണിക്കാൻ പറയും, the PN junction is said to be reverse biased. The width of the depletion layer is increased. Junction of phase high resistance and practically no current flows. The resistance offered by the junction is called reverse resistance. A small current measured in microampere. You look, micro mu A and mu A flows through the circuit and is called reverse current. The current is due to the free electrons in P-type semiconductor, which are very few in number and are called minority carriers. അപ്പോൾ നിങ്ങൾ ആ ഒരു വാക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ, എന്താണ് മെജോറിറ്റി കാരിയർ, മൈനോറിറ്റി കാരിയർ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ N ടൈപ്പ് പറഞ്ഞല്ലോ, N ടൈപ്പ് സെമികണ്ടക്ടർ ആണെങ്കിൽ അതിനകത്തുള്ളതെല്ലാം മെജോറിറ്റിയും ഇലക്ട്രോൺസാണ്. എന്നാൽ ഈ കുറച്ച് ഹോൾസ് ഉണ്ടാകട്ടെ, N ടൈപ്പ് ആണെങ്കിലും കുറച്ച് ഹോൾസ് ഉണ്ടാകും. ഈ തെർമൽ എക്സൈറ്റേഷൻ മൂലം കുറച്ച് ഹോൾസ് N ടൈപ്പിൽ ഉണ്ടാകാം. അപ്പോൾ N ടൈപ്പിൽ ഇലക്ട്രോൺസ് മെജോറിറ്റി കാരിയറാണ്, ഹോൾസ് മൈനോറിറ്റി കാരിയറാണ്. അതുപോലെ പിയുടെ കാര്യം പറയുമ്പോൾ പിയുടെ എന്താ ഉള്ളത്, P ടൈപ്പ് സെമി കണ്ടക്ടറിൽ പ്രധാനമായിട്ടുള്ളത് പിന്നെ ഹോൾസാണ്, പോസിറ്റീവ്. എന്നാൽ ഈ തെർമൽ എക്സൈറ്റേഷൻ മൂലം ചിലപ്പോൾ ഏതാനും ഇലക്ട്രോൺസ് ഉണ്ടാകാം. അപ്പോൾ P ടൈപ്പിൽ ഹോൾസാണ് മെജോറിറ്റി കാരിയർ, ഇലക്ട്രോൺസ് മൈനോറിറ്റി കാരിയർ. The current is due to the free electrons in the P-type semiconductor, which are very few in number, and are called minority carriers. These minority carriers are produced by the breaking of covalent bonds. When reverse voltage is increased gradually, the reverse current increases and reaches a maximum, then remains constant till the voltage Vz is reached. അപ്പോൾ ഈ റിവേഴ്സ് കറണ്ട് വളരെ ചെറുതായിട്ട് മാത്രമേ മാറുള്ളൂ, Vz എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇൻക്രീസ് ചെയ്യുള്ളൂ. At this critical വോൾട്ടേജ് കോൾഡ് സെനർ വോൾട്ടേജ് Vz നമ്മളെ പടത്തി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഗ്രാഫ് ഇടത്തോട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ പെട്ടെന്ന് കൂടും. ആ കൂടുന്ന വോൾട്ടേജാണ് സെനർ വോൾട്ടേജ്. ഈസ് കോൾഡ് സെനർ വോൾട്ടേജ് Vz. ഈ സെനർ വോൾട്ടേജ് പറയാൻ കാര്യം, ഇതിനെപ്പറ്റി ആദ്യമായിട്ട് പഠിച്ചത് ക്ലാരൻസ് സെനർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് നമ്മൾ ഈ വോൾട്ടേജിനെ സെനർ വോൾട്ടേജിനെ പേര് വിളിക്കുന്നത്. ക്ലാരൻസ് സെനർ അദ്ദേഹമാണ് ഈ പിന്നെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് കൂടുതൽ പഠിച്ചത്.
അപ്പോൾ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഇടത്തോട്ട് വന്നിട്ട് അപ്പോൾ കറണ്ടൊന്നും കൂടുന്നില്ല. ഒരു പ്രത്യേക വോൾട്ടേജ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. ആ ജംഗ്ഷൻ, ആ പോയിന്റ്, അവിടുത്തെ വോൾട്ടേജ്, അതിനെയാണ് സെനർ വോൾട്ടേജ് എന്ന് പറയുന്നത്. ദ റിവേഴ്സ് കറണ്ട് ഇൻക്രീസ് സഡൻലി ആൻഡ് ജംഗ്ഷൻ മേ ബ്രേക്ക് ഡൗൺ. അപ്പോൾ സെനർ വോൾട്ടേജ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്, ഈ ജംഗ്ഷനും ബ്രേക്ക് ഡൗൺ ആകും. എന്തായാലും ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഇതിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെടുക. എന്താണ് പ്രവർത്തനം? റിവേഴ്സ് ബയസിൽ കറണ്ട് കടത്തി വിടരുത് എന്നുള്ളതാണ് ഒരു പി എൻ ജംഗ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ സെനർ കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആവും. ഉടനെ ഒരു ലാർജ് കറണ്ടാണ് ഒഴുകുന്നത്. ഇതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രവർത്തനത്തിന് ഓപ്പോസിറ്റ് സംഭവിച്ചാൽ അതിനെ ബ്രേക്ക് ഡൗൺ എന്ന് പറയും. എല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു ബസ് ഓടുന്ന ബസ്സാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ഒന്നും ഇല്ല, പക്ഷെ അത് എന്തെങ്കിലും കാരണത്താൽ ഓടിയില്ല എങ്കിൽ അതിന് ബ്രേക്ക് ഡൗൺ എന്ന് പറയും. The reverse current increases because as the voltage is increased, the kinetic energy of the minority electrons increase. They knock out electrons from other atoms. This action is cumulative and the number of electrons increases quickly and the reverse current also rises suddenly. അതായത് ഉയർന്ന വോൾട്ടേജിൽ, റിവേഴ്സ് വോൾട്ടേജിൽ കൂടുതൽ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഈ പെട്ടെന്ന് കറണ്ട് കൂടി ജംഗ്ഷനും ബ്രേക്ക് ഡൗൺ ആകാൻ കാരണം. അപ്പോൾ ഇത് ഒരു സാമാന്യം ഫസ്റ്റ് ക്ലാസ് അല്പം സാമാന്യം നീട്ടി ഞാൻ എടുത്തെന്ന് മാത്രമല്ല, ഈ എസ് എന്ന് പറയാൻ വേണ്ടിയാണ്. ചിലപ്പോൾ സമയം കൂടുതലായി. അപ്പോൾ ഇതിലെ ഒരു എസ് എ ആയിട്ട് ചോദിക്കുന്നത്, എസ് എ വേറെയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പഠിക്കാനായിട്ട്, എങ്കിലും ഇതൊരു എസ് എ ആയിട്ട് ഞാൻ കൊടുക്കുകയാണ്. വിത്ത് എ സർക്യൂട്ട് ഡയഗ്രാം ഡിസ്ക്രൈബ് ആൻ എക്സ്പെരിമെൻറ്റ് ടു ഡ്രോ ദി വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിസ്റ്റൽ ഡയോഡ്. അപ്പോൾ ആ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം, ആ ഗ്രാഫ് നന്നായിട്ട് വരയ്ക്കണം, എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പറയണം. ഈ ചില ഷോർട്ട് ആൻസർ, വാട്ട് സ്പെല്ലിങ് ഒരു എച്ച് ഐ കൂടി പോയി. വാട്ട് ഈസ് എ പി ജംഗ്ഷൻ ഡയോഡ്, ഡ്രോ ദ സിമ്പിൾ. അതിൻ്റെ സിമ്പിൾ വരയ്ക്കുക. ആരോ ഹെഡും ബാറും. ക്വസ്റ്റ്യൻ നമ്പർ 3, എക്സ്പ്ലെയിൻ ദി മീനിങ് ഓഫ് ഫോർവേഡ് ബയസ് ആൻഡ് റിവേഴ്സ് ബയസ് ഓഫ് ക്രിസ്റ്റൽ ഡയോഡ്. നമ്മൾ പ്രത്യേകം പറഞ്ഞു. നമ്പർ 4, ഡിഫൈൻ ന്യൂ വോൾട്ടേജ് ആൻഡ് സെൻട്രൽ വോൾട്ടേജ്. അത് രണ്ടും പറഞ്ഞു. അത് ഗ്രാഫ് വരച്ചിട്ട് വേണം പറയാനായിട്ട്, അത് മാർക്ക് ചെയ്യണം. നമ്പർ 5, ഡ്രോ ദി വോൾട്ടാമ്പിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിസ്റ്റൽ ഡയോഡ്. ഒരു ക്രിസ്റ്റൽ ഡയോഡിൻ്റെ വോൾട്ടാമ്പിയർ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാൻ, വോൾട്ടാമ്പിയർ CHS വരയ്ക്കാൻ, അതാണ് നമ്മൾ വരച്ചത്. അത് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാനായിട്ടാണ് താഴത്തെ പടം. ഇതാണ് വോൾട്ടാമ്പിയർ CHSന് യഥാർത്ഥമായിട്ടുള്ള ഒരു പടം. ഒരു മറ്റൊരു കാഴ്ചപ്പാട് അത്രയല്ല. ഇവിടെ നമ്മളെ വാല്യൂ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കും ഗ്രാഫ്. അപ്പോൾ ഈ ഫോർവേഡ് CHSൽ ആ രണ്ട് കർവ് കറണ്ട് കൂടുന്നേയില്ല, ഒരു 0.7 വരെ കൂടുന്നേയില്ല. സിലിക്കനാണെങ്കിൽ 0.7 വരെ കൂടുന്നേയില്ല. അത് കഴിഞ്ഞിട്ട് കറണ്ട് കൂടുന്നത്. ആ 0.7 വോൾട്ടിനെ വിളിക്കുന്ന പേരാണ് ന്യൂ വോൾട്ടേജ്. അപ്പോൾ അതിന് സർക്യൂട്ടാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. ആ സർക്യൂട്ട് കാണിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ഫോർവേഡ് CHSന് ഡയോഡിൻ്റെ പോസിറ്റീവിൽ ബാറ്ററി പോസിറ്റീവ് കണക്ട് ചെയ്യണം ആ നോഡിൽ. അതിന് പടവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കറണ്ട് നോക്കി കറണ്ട് എഴുതിയിരിക്കുന്നത് 20, 30, 40 മില്ലി ആംപിയറാണ്. മില്ലി ആംപിയർ മുകളിലുണ്ട് കേട്ടോ, മില്ലി ആംപിയർ. പിന്നെ ഇങ്ങോട്ട് വോൾട്ടേജ് കാണിച്ചിരിക്കുന്നത് 0.5, 1, 2 വോട്ടൊക്കെ കാണിക്കുക സൈഡിലോട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഫോർവേഡ് ക്യാരക്ടേഴ്സ്. റിവേഴ്സ് നോക്കി, റിവേഴ്സ് നമ്മൾ നേരത്തെ ഗ്രാഫിൽ വളരെ കുറച്ചാണ് കാണിച്ചെങ്കിൽ ഇവിടെ അല്പം കാണിച്ചിട്ടുണ്ട് കറണ്ട്. അതിങ്ങനെ വോൾട്ടേജ് കൂടിയ വോൾട്ടേജ് കേട്ടോ, റിവേഴ്സ് വോൾട്ടേജ് 0.5 ഒന്നുമില്ല. നോക്കിയാൽ 2, -2, -4. ഈ മൈനസ് കാണിക്കുന്നത് റിവേഴ്സ് വോൾട്ടേജ് കാണിക്കുക. -2, -4, -6, -8 അങ്ങനെ കൂടിയ വോൾട്ടേജാണ്. അപ്പോൾ കറണ്ട് വളരെ ക്രമേണ കയറുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആവും, സെനർ വോൾട്ടേജ് VBR അല്ലെങ്കിൽ VZ എന്ന് പറയും. അന്നേരം ബ്രേക്ക് ഡൗൺ ഉണ്ടാകും. അതാണ് ആ കിഴിപ്പോട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ആ റിവേഴ്സ് ബയസിൻ്റെ ഡയോഡിൻ്റെ കണക്ഷനാണ് ബാറ്ററി നെഗറ്റീവ് പിയിലേക്ക്, അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി മോർ സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രാഫ്. അപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം കാണിക്കുന്നതിനേക്കാൾ ഇതുപോലെ വ്യക്തമായിട്ട് വരയ്ക്കാം. അപ്പോൾ ഇത് ഒരു പല പ്രാവശ്യം ഒന്ന് മാർക്ക് ചെയ്ത് പഠിക്കണം. നിങ്ങൾ ഈ വാല്യൂ ഒന്നും ഓർക്കണമെന്ന് നിർബന്ധമില്ല. വാല്യൂ നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ പഠിക്കുക. ഈ കറണ്ടിൻ്റെ വാല്യൂ രണ്ട് സൈഡിലും വ്യത്യസ്തമായ സ്കെയിലാണെന്നുള്ളതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. മാർക്ക് ചെയ്യാൻ പറ്റണ മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ കർവ് മാത്രം മാർക്ക് ചെയ്തിട്ട് ഈ വലതുവശം ന്യൂ വോൾട്ടേജും ഇടതുവശം
VZ അല്ലെങ്കിൽ BBR ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് മാർക്ക് ചെയ്യുക. ഈ ഗ്രാഫ് ഒരു എസെൻഷ്യൽ ക്വസ്റ്റ്യനാണ് നമ്മുടെ തിയറി പേപ്പറിൽ. ഡ്രോ ദി VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ PN ജംഗ്ഷൻ ഡയോഡ്. പ്രാക്ടിക്കലാണെങ്കിൽ നിങ്ങൾ ചെയ്യും. പ്രാക്ടിക്കലാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ആ വലത് ഭാഗത്തുള്ളത് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കോളേജിൽ ചെയ്യുന്നത് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. ആ വെബ്സൈറ്റ് കിട്ടണമെങ്കിൽ ഒരു മൈക്രോമീറ്റർ ഒക്കെ വേണം, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളത്. അതില്ലെങ്കിൽ പരീക്ഷണം വിജയിപ്പിക്കാൻ പാടാണ്. പക്ഷെ വലത് ഭാഗത്ത് കിട്ടും, കാരണം മില്ലിമീറ്റർ കൃത്യമായിട്ട് ഇത് കാണിക്കും. That is all with our first lecture on electronics, or the 29th lecture on complementary physics. Thank you.